ഹായ് മക്കളെ, അങ്ങനെ ഇനി ഒരൊറ്റ എക്സാം മാത്രമേ ബാക്കിയുള്ളൂ. സോഷ്യൽ സയൻസ് ആണ്. പലരും വിചാരിക്കുന്നുണ്ടാവും പണി പാളില്ല. ഇത്രയും പാളത്തെ സ്ഥിതിക്ക് ഇനി സോഷ്യലായിട്ട് പാളൂല. ഒരു തരി പോലും പേടിക്കണ്ട. ഇന്ന് നമ്മൾ നൽകാൻ വേണ്ടി പോകുന്നത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓരോ ചാപ്റ്ററും ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയ ഷുവർ ക്വസ്റ്റ്യൻ, പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് തരാൻ വേണ്ടി പോകുന്നത്. ആൻഡ് രണ്ട് കാര്യം ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്പർ 2, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്താൽ മാത്രമേ നോട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് പക്ക പ്രഡിക്ഷൻ ആണ്. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കാണാൻ പോകുന്ന പക്ക ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്നാമത് സദസ്സിന് വന്ദനം. ഇനി ബാക്കിയുള്ളതൊക്കെ നമ്മൾ ലൈവ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. ആദ്യ ചാപ്റ്റർ ഏർലി ഹ്യൂമൻ ലൈഫ്, ആദ്യകാല മനുഷ്യ ജീവിതം എന്ന ചാപ്റ്ററാണ്. ഇവിടെ ചോദിക്കാൻ സാധ്യത ആദ്യ ചോദ്യം പിടിച്ചോ. പോയിന്റ് ഔട്ട് എനി 2 റീസൺ ഫോർ ദ ചേഞ്ച് ഓഫ് ഹ്യൂമൻ ഫ്രം ഫുഡ് ഗാദറിംഗ് ടു ഫുഡ് പ്രൊഡക്ഷൻ ഡ്യൂറിംഗ് ദ നിയോലിത്തിക് പീരീഡ്. നവീന ശിലായുഗത്തിൽ ഭക്ഷ്യശേഖരണത്തിൽ നിന്ന് ഭക്ഷ്യ ഉൽപാദനത്തിലേക്ക് മനുഷ്യനെത്താനുള്ള സാഹചര്യങ്ങൾ എന്തെല്ലാം പഠിച്ചു വെച്ചോ. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, പഠിച്ചു വെക്കണേ. അടുത്ത ചോദ്യം പിടിച്ചോ. ഇതാ, കംപ്ലീറ്റ് ദ ടേബിൾ ബേസ്ഡ് ഓൺ ദ ഡിഫറെന്റ് ബിറ്റ്വീൻ പാലിയോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യ ചാപ്റ്റർ ഏറ്റവും അവസാന ടോപ്പിക്കിൽ നിയോലിത്തിക് ഏജിന്റെ ഏറ്റവും താഴെ കാണാൻ സാധിക്കുന്ന ഒരു ടേബിൾ ആണ്. എന്തൊക്കെയാണ് മാറ്റങ്ങൾ, ഡിഫറൻസ് ആണ് നിയോലിത്തിക് ഏജിൽ നിന്നും പാലിയോലിത്തിക് ഏജിൽ നിന്നും നിയോലിത്തിക് ഏജ്, പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്ക് എത്തിയ സന്ദർഭത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ, ചേഞ്ചസ് എക്സാമിന് ചോദിക്കാറുണ്ട്. പഠിച്ചു വെച്ചാൽ 5 മാർക്കിന് ചോദ്യമായി ചോദിക്കാം, 2 മാർക്കിന് ചോദ്യമായി ചോദിക്കാം, 3 മാർക്കിന് ചോദ്യമായി ചോദിക്കാം. എങ്ങനെയും ചോദിക്കാം. നിർബന്ധമായും എന്ത് ചെയ്യണം, ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കാം. ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ ഏത് ചാപ്റ്റർ? ആദ്യ ചാപ്റ്റർ ഏർലി ഹ്യൂമൻ ലൈഫ് എന്ന ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. യെസ്, ഇത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത്. ഹായ് മക്കളെ, അപ്പൊ സെക്കൻഡ് ചാപ്റ്ററിലെ ഏറ്റവും കിടിലനായിട്ട് അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊരു 3-4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇതിൽ നിന്നാണ് എസ്സേ ചോദിക്കാനൊക്കെ ചാൻസ് ഉള്ളത്. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കുന്ന ഒരുപാട് വർഷം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഡിക്ലൈനിങ് അല്ലെങ്കിൽ തകർന്നു പോയി ഹാരപ്പൻ സിവിലൈസേഷൻ. ഒരുപാട് സിവിലൈസേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ആദ്യം തന്നെ തകർന്നു പോയ ഒരു സിവിലൈസേഷനാണ് ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം. അതിൻ്റെ മറ്റൊരു പേരാണ് സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഡസ് റിവർ വാലി സിവിലൈസേഷൻ. അപ്പോൾ അതെന്തായാലും നിങ്ങളോട് ചോദിക്കും. ഒരു 2 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇതേപോലത്തെ ഒരു മാച്ച് ദ ഫോളോവിങ് എന്തായാലും ഉണ്ടായിരിക്കും. ഈ മാച്ച് ദ ഫോളോവിങ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന 1 വേർഡും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നോക്കണം മക്കളെ, ഹാരപ്പൻ സിവിലൈസേഷന്, അതുപോലെ തന്നെ ഒരു 4 സിവിലൈസേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. മലയാളം മീഡിയം അപ്പുറത്തുണ്ട്, നോക്കണം. ഓക്കെ, അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഇതിലുള്ള ഓരോ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇപ്പോൾ ഗ്രേറ്റ് ബാത്ത് ഉണ്ട്, അതുപോലെ തന്നെ സ്ഫിങ്സ് ഉണ്ട്. സ്ഫിങ്സ് ഒക്കെ ഓർമ്മയില്ല മക്കളെ, സിംഹൻ്റെ സിംഹൻ്റെ തല, അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, സിഗുറാത്ത് ഏതാണ്, മെസപ്പൊട്ടോമിയയിലെ അവരുടെ ആരാധനാലയമായിരുന്നു. ഓക്കെ അല്ലേ മക്കളെ? അതുപോലെ തന്നെ അപ്പോൾ ഇത് അതിൻ്റെ മലയാളം മീഡിയം കേട്ടോ. ഓക്കെ, പിന്നെ വരുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഏകദേശം 5 മാർക്കിന് 2022 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അനലൈസ് the contribution of the Egyptian civilization on the basis of the following hints. മക്കളെ, നമ്മൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലെ പിരമിഡ് എന്താണെന്ന്, അവിടുത്തെ ആർട്ട് ഓഫ് റൈറ്റിംഗ് എന്താണ്, അല്ലെങ്കിൽ സയൻസ് ശാസ്ത്ര മേഖലയിൽ എന്തൊക്കെ പുരോഗതിയാണ് പ്രാപിച്ചത്, ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോക്കിപ്പോണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മെസപ്പൊട്ടോമിയയിലെ എഴുത്ത് വിദ്യയാണ് ക്യൂണിഫോം എന്നുള്ളത്. ആ ക്യൂണിഫോമിനെ പറ്റിയിട്ട് ഒരു 1-2 പോയിന്റ് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചോ. കാരണം ക്യൂണിഫോം അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ അതുപോലെ തന്നെ ശാസ്ത്രരംഗത്ത് എന്തുണ്ടായിരുന്നു, മെസപ്പൊട്ടോമിയ ഈജിപ്ഷ്യൻ സിവിലൈസേഷനും ശാസ്ത്രരംഗത്ത് അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അവർ ഭയങ്കര പുരോഗതി പ്രാപിച്ചിരുന്നു. അതും ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. 4 എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ 4 മാർക്കിനാണ് 2019 ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്രാവശ്യവും ഒരു 4-5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ദ റിവർ വാലി സിവിലൈസേഷനിൽ ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ചാപ്റ്റർ ഏതാ? നമ്മുടെ 3rd ചാപ്റ്റർ ആണ് ഭൗമ രഹസ്യങ്ങൾ തേടി, അതായത് ഇൻ സെർച്ച് ഓഫ് എർത്ത്. ആയുധം വേണം. പിന്നെന്താ? ഓക്കെ, ഇതിൽ ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. നമ്മുടെ എർത്തിന്റെ ഇന്നർ പാർട്ട് അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളറയെ കുറിച്ചിട്ട് നമുക്ക് ഇൻഫർമേഷൻ തരുന്ന സോഴ്സസ് 3 പോയിന്റ് ഉണ്ട്. 3 പോയിന്റ് ചോദിക്കുകയാണെങ്കിൽ 3 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ 3 പോയിന്റ്, 2 മാർക്ക് ചോദിക്കുക 2 പോയിന്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ച് എക്സാമിന് ചോദിക്കും. അടുത്തത് ശ്രദ്ധിക്കുക, ഇവിടെ ചോദിച്ചത് കഴിഞ്ഞ നടന്ന ഓണം എക്സാമിന് 4 മാർക്കിന് ചോദിച്ചത് മാൻഡിലിനെ കുറിച്ച് എഴുതാനാ. ഇത് മാൻഡിൽ മാത്രമല്ല ചോദിക്കുക. ചിലപ്പോൾ എന്ത് ചെയ്യാം, കോർ അഥവാ കാമ്പ് ചോദിക്കാം, അല്ലെങ്കിൽ ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം. ഇതിൽ 3-ൽ ഏതെങ്കിലും ഒന്ന് എല്ലാ തവണയും ചോദിക്കും. കഴിഞ്ഞ തവണ മാൻഡിൽ ചോദിച്ചത് കൊണ്ട് തന്നെ ഇത്തവണ ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ. അത് ചോദിച്ചില്ലെങ്കിൽ എന്തായാലും കോറോ അല്ലെങ്കിൽ മാൻഡിലോ ചോദിച്ചേക്കാം. അടുത്ത ഏതാടാ, ഈ എക്സ്പ്ലെയിൻ 3 ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് സോയിൽ ഫോർമേഷൻ. 3 മാർക്കിന് എല്ലാ കൊല്ലവും ചോദിക്കുന്നതാണ്. 5 ഫാക്ടേഴ്സ് ഉണ്ട്, അതായത് ഈ 3 എണ്ണം എഴുതിയാൽ മതി. 5 എണ്ണത്തിൽ 3 എണ്ണം പഠിച്ചു വെക്കട്ടോ. അടുത്തതോ
ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വെതറിംഗ് ആണ്, വ്യത്യസ്ത തരത്തിലുള്ള അപക്ഷയം. ശ്രദ്ധിക്കുന്ന 3 ടൈപ്പ് വെതറിംഗ് ഉണ്ട്. അതിൽ ഒന്നാണ് എല്ലാ കൊല്ലവും ചോദിക്കാറ്. ഓരോ കൊല്ലം മാറി മാറി ചോദിക്കുന്നതുകൊണ്ട് തന്നെ ഇക്കൊല്ലം ചോദിക്കാൻ ചാൻസ് കെമിക്കൽ വെതറിംഗ് അഥവാ രാസിക അപക്ഷയമാണ്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് ഇത് 3 ടൈപ്പ് ഓഫ് റോക്സ്, സെഡിമെന്ററി റോക്സ്, മെറ്റാമോർഫിക്, ഇഗ്നസ് റോക്സ്. ആ 3 ശിലകളെ കുറിച്ചും പഠിച്ചു വെക്കണം. ഏതെങ്കിലും ഒരു ശിലയും അതിന്റെ എക്സാമ്പിൾസ് അടക്കമാണ് എക്സാമിന് ചോദിക്കുക. ഇത്തവണ ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഇഗ്നസ് റോക്സ് അഥവാ ആഗ്നേയ ശിലകളാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് 3rd ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അവർ ഗവൺമെന്റ് എന്നുള്ള ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡോണ മിസ് പറഞ്ഞു തരും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. യെസ്, അപ്പോൾ അവർ ഗവൺമെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻ കുറവായിരിക്കും, കാരണം ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ആണ് ഇമ്പോർട്ടന്റ്. എങ്കിലും വർഷങ്ങളായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സോ വാട്ട് ആർ ദ ഡിഫറെന്റ് ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റ്? ഈ ചാപ്റ്ററിൽ മൊത്തത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഡിഫറെന്റ് ഓർഗൻസ് ഓഫ് ഗവൺമെന്റ് ആണ്. അപ്പോൾ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇതിന്റെ 3 ഫംഗ്ഷൻസ് എന്താണ് എന്നുള്ളത് 2 മാർക്കിന് ചോദിച്ചാൽ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് രാജ്യസഭ ഓർ ലോക്സഭ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ടിയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത. അതുകൊണ്ട് തന്നെ രാജ്യസഭയുണ്ട്, ലോക്സഭയുണ്ട്, അതിന്റെ 3 ഫീച്ചേഴ്സ് വെച്ച് നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകാവുള്ളൂ. എക്സാമിന് സ്ഥിരമായിട്ട് ഈ ഒരു രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആൻഡ് ദെൻ ഫൈനലി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫംഗ്ഷൻസ് ഓഫ് ദ പ്രസിഡന്റ് ഓർ വൈസ് പ്രസിഡന്റ്? ഒന്നെങ്കിൽ പ്രസിഡന്റ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ഫംഗ്ഷൻസ് ചോദിക്കാറുണ്ട്. കൂടുതൽ തവണയും രാഷ്ട്രപതിയുടെ ഫംഗ്ഷൻസ് എന്താണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഓരോ ചാപ്റ്ററിനും എക്സാമിന് ചോദിക്കാൻ ചാൻസ് 8 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇതിന് ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്യുക നമ്മുടെ ലൈവിലായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി അപ്പോൾ എല്ലാവരും കറക്റ്റ് 7 മണിയുടെ ലൈവിലേക്ക് എത്തുക. നമ്മുടെ ചാനൽ ഒന്ന് കറക്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി ഫ്രണ്ട്സിനെയും കൂടി ഇന്നത്തെ ലൈവിലേക്ക് വരിക. സോഷ്യൽ സയൻസ് നമ്മൾ സെറ്റ് ആക്കി തരും. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ഒന്ന് വാട്സാപ്പിൽ സ്റ്റാറ്റസ് വെക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സെറ്റാണ്. യെസ്, ബാക്കിയൊക്കെ നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.